open the sunroof. Nice. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. എൻ്റെ കയ്യിലുള്ള ഇന്ന് 2025 ഏറ്റവും പുതിയ മോഡലായ ക്രെറ്റയാണ്. ഇന്ത്യയിൽ SUV കാറ്റഗറിയിൽ ഹുണ്ടായി ക്രെറ്റയെ അവതരിപ്പിച്ചതിന് ശേഷം ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കാണാനുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭംഗി, അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ട്, യാത്രാസുഖം, ഇന്ധനക്ഷമത, അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ, ഇതൊക്കെ കൂടിച്ചേരുന്ന ഒരു പെർഫെക്റ്റ് വാഹനം കൂടിയാണ് ഹുണ്ടായി ക്രെറ്റ. ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആപ്കോ ഹുണ്ടായി കാലിക്കറ്റിലെ സെയിൽസ് മാനേജർ ജിതിൻ എൻ്റെ കൂടെയുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ നമുക്ക് ക്രെറ്റനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സെല്ലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറയുന്നത്. SUV സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് ക്രെറ്റ എന്ന് പറയുന്നത്. അത് തന്നെ അത്രയും കസ്റ്റമർ ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് 2025 ക്രെറ്റയുടെ പുതിയ മോഡലായിട്ടുള്ള ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കിന് അത്യാവശ്യം നല്ലൊരു പ്രസൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ വെഹിക്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഈ ഡിസൈൻ ആയാലും സെൻസസ് ആൻഡ് സ്പോർട്ടിനെസ് ഡിസൈനിലും, അതുപോലെ തന്നെ വണ്ടിയുടെ പവർഫുൾ ആയിട്ടുള്ള എൻജിൻ, അങ്ങനത്തെ മറ്റു കോമ്പറ്റീഷൻ ചെയ്യുന്ന മോഡലിനെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നത് നമുക്കിപ്പോൾ സെൽറ്റോസ് എന്ന് പറഞ്ഞ മോഡലും അതേമാതിരി തന്നെ കീഴ സെൽറ്റോസ്, നമ്മുടെ ഹൈഡ്രൈഡർ, അങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നമുക്ക് ബ്രസ അങ്ങനത്തെ മോഡൽസ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് എൻജിൻ്റെ ടെക്നോളജി ഒക്കെ നമുക്ക് കൂടുതലാണ് വരുന്നത്. ഡീസൽ, പെട്രോൾ ഏതൊക്കെ ഇതാണ് വരുന്നത്? നമുക്കിപ്പോൾ നോർമൽ വെഹിക്കിളിലേക്ക് വരുന്ന സമയത്ത് 1.5 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ എഞ്ചിനും 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിനും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1.5 ലിറ്റർ ടെർബോ എഞ്ചിനിൽ നമുക്ക് എൻലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇലക്ട്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രെറ്റ എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പം ഡീസലിന് എത്ര മൈലേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്? ഡീസൽ പറഞ്ഞ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 18.9 കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് 21.5 ആ റേഞ്ചിൽ നമുക്ക് മാനുവലിനാണെങ്കിൽ മാനുവൽ തന്നെ നമുക്ക് 21 ആ റേഞ്ചിൽ. ഹ്യുണ്ടായിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഒരു 10 lakh പോലെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ക്രെറ്റയാണ്. പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ എത്രയാണ്? നമുക്കിപ്പോൾ പെട്രോൾ വേരിയന്റിലേക്ക് നോക്കുന്ന സമയത്ത് 15ഉം അതേപോലെ തന്നെ ഡീസൽ വേരിയന്റ് കൊണ്ട് 16 ആ റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിൽ മോഡലിൽ തന്നെ എല്ലാത്തിലും ബേസ് മോഡലിൽ തന്നെ 6 എയർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും, അതായത് ബേസ് മോഡൽ മുതൽ നിയോസ് മുതൽ ടോപ്പ് വേരിയന്റ് വരെ നമുക്ക് 6 എയർ ബാഗ് സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെയാണ് വണ്ടി വരുന്നത്. വെഹിക്കിളിന്റെ LED DRLs വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അതേപോലെ തന്നെ നമുക്ക് സീക്വൻഷ്യലിൽ ആണ് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് MFRന്റെ അതായത് മൾട്ടി ഫോക്കൽ ലാമ്പ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് വന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ് ബേസ് മോഡൽ മുതൽ നോർമൽ ഹെഡ് ലാംപ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരിക. ടോപ്പ് വേരിയന്റിലേക്കും മിഡിൽ ഓപ്ഷനിൽ മുതലാണ് നമുക്ക് ഈ ഒരു S ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡൽ മുതലാണ് നമുക്ക് ഈ മൾട്ടി ഫോക്കൽ ഹെഡ് ലാംപ്സ് വരുന്നത്. പിന്നെ സ്കിപ്പ് ലൈറ്റ്സ് നമുക്ക് ഡുവൽ ടോൺ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞ മോഡലിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡാർക്ക് ആയിട്ടായിരിക്കും ഈ സ്കിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡാർക്ക് ആയിട്ടുള്ള ഒരു ക്രോം എലമെൻറ്റ്സ് കൂടിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനോട് തന്നെ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷോട് കൂടിയിട്ടാണ് നമ്മുടെ ഹുണ്ടായുടെ ലോഗോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ നമ്മൾ 360 വ്യൂയുടെ ഒരു ക്യാമറ പൊസിഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ അഡാസ് ലെവൽ 2ൻ്റെ റഡാറും നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് വരുന്നത്. ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ലൈൻസിലാണ് ആ ഒരു വെഹിക്കിളിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത്. ഒരു 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ നൈറ്റ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡാർക്ക് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് റെഡിൽ കാലിപ്പേഴ്സും കാര്യങ്ങളും നമ്മളെ നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞ മോഡലിലേക്ക് വരുന്നുണ്ട്. ഒരു കണക്റ്റിംഗ് ടെയിലാമ്പാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെഹിക്കിൾ ഏതാണ് വരുന്നത്? ഫുൾ ഓപ്ഷൻ? ഇതിപ്പോൾ നമുക്ക് വരുന്നത് SX ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ SX ഓപ്ഷൻ ആണ് വേരിയന്റിന്റെ പേര് വരുന്നത്. ഇതിന് ഏകദേശം പ്രൈസ് SX ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീസലാണ് സമയത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്ന സമയത്ത് 23,23,000 വരും. ഡീസലിലേക്ക് വരുന്ന സമയത്ത് ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്തതിനാണുള്ളത്. 433 ലിറ്ററാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ വോൾക്സ്വാഗൻ്റെ കുഷാക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുഷാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്
385 ലിറ്ററാണ് കുഷാക്കിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതിനെക്കാളും കൂടുതൽ ബൂട്ട് സ്പേസും കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ലക്ഷറി വാഹനങ്ങളിലൊക്കെ ഉള്ളതുപോലുള്ള ഇൻറ്റീരിയലാണ് ഹുണ്ടായി ക്രെട്ടയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 60 വീൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്ത് ബ്ലൈൻഡ് സ്പോട്ട് ആയിട്ടുള്ള ക്ലസ്റ്ററിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലെ ക്യാമറയും റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് മിററിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിലെ ക്യാമറയും യൂസ്ഫുള്ളായിട്ട് നമ്മൾ വണ്ടീനെ പാർക്കിംഗ് ചെയ്യാനും സൈഡ് വ്യൂസിന് സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുന്ന സമയത്ത് തന്നെ വളരെ എർഗണോമിക്കൽ ഡിസൈനിലായിട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മിററിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും റൈറ്റ് സൈഡിൽ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ് കൊടുത്തത്. 10.25 ഇഞ്ചിൻ്റെ ഫുള്ളി HD ഡിസ്പ്ലേ ആയിട്ടാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. 360 തന്നെ ഇത്ര മനോഹരമായിട്ട് തന്നെയാണ് ഇതിൽ നമുക്ക് കാണുന്നത്. നമുക്ക് വെഹിക്കിളിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനും വണ്ടി സൈഡും കാര്യങ്ങളും സറൗണ്ടിങ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാനും സിമ്പിളായിട്ട് തന്നെ പറ്റും. ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ തന്നെ നമുക്ക് കർട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണമെങ്കിൽ 1 ടച്ചിൽ തന്നെ നമുക്ക് കർട്ടണും ഗ്ലാസ്സും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പുഷ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് ഓപ്പൺ ആവും. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ വോയിസ് കമാൻഡിങ്ങിൽ നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. വോയിസ് കമാൻഡിങ്ങിൽ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. മുമ്പെല്ലാം നമുക്ക് വളരെ ലക്ഷറിയായ വണ്ടിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സൺറൂഫാണ്. നമുക്ക് വോയിസ് കമാൻഡിൽ തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ കോണ്ടാക്ട്സ്, അതായത് കോളിങ്, ഡെസ്റ്റിനേഷൻ, ഗോ ടു ഹോം, ഗോ ടു ഓഫീസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വോയിസ് ത്രൂവിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എയർ കണ്ടീഷൻ്റെ AC ഓണിങ്, അതേപോലെ തന്നെ ഫാനിൻ്റെ ഹൈ സ്പീഡ് കൺട്രോളിങ്, കൂളിങ്, ടെമ്പറേച്ചർ ഡൗണിങ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വോയിസ് കമാൻഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഒരു തവണ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് ഈ നമ്മളെ അഡാപ്റ്റീവ് ഈ വോയിസ് കൺട്രോൾ വോയിസിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആര് പറഞ്ഞു കഴിഞ്ഞെങ്കിലും വോയിസിലേക്ക് ഓപ്പൺ ദ സൺറൂഫ്. Close the sunroof. Closing the sunroof. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വോയിസ് കമാൻഡിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആപ്ക ഹുണ്ടായിലെ സെയിൽസ് മാനേജറായ ജിതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം.